viewers, welcome back to Xylem Learning. നമ്മുടെ ബോട്ടണിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണിത്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടണിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസും ലൈവ് സെഷൻസ് ഒക്കെ നമ്മൾ ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനി വേണം ഇതൊക്കെ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? യെസ്. അപ്പം ആദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്നാണ്. അപ്പൊ പിന്നേറ്റ്ലി കോമ്പൗണ്ട് നമുക്കറിയാം ഒരു റാച്ചസിൽ എന്താണ് ചെറിയ ചെറിയ ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒരു ലീഫിൽ നിന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തു, ഇത് വീണ്ടും സ്പ്ലിറ്റ് ആയി അതിൽ നിന്ന് വീണ്ടും ചെറിയ ചെറിയ ലീവ്സ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നേറ്റ്ലി കോമ്പൗണ്ട്. പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ് ഒരു ഒറ്റ സിംഗിൾ ഹാൻഡ് പോലെ നമ്മൾ നോക്കിയാൽ മതി. അതിൽ നിന്നാണ് നമ്മുടെ പാമില് 5 ഫിംഗേഴ്സ് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരൊറ്റ പോയിന്റ് അറ്റാച്ച്ഡ് ടു എ ടിപ്പ് ഓഫ് പീറ്റിയോൾ ആണ്. പിന്നേറ്റ്ലി ആണെങ്കിലോ മിഡ് റിബ് ഓഫ് ലീവ്സ് ഈസ് പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ് ദാറ്റ് ആർ കോൾഡ് റാച്ചസ്. അപ്പം പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ അത് ടേബിൾ വരച്ച് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഫ്ലോറൽ പാർട്സ് ഓഫ് ആൻ ആൻജിയോസ്പേം, ഓൾസോ മെൻഷൻ ദെയർ അറേഞ്ച്മെന്റ്. ഫോളോയിങ് ആർ ദി ഫ്ലോറൽ പാർട്സ്. നമുക്കറിയാം ടിപ്പിക്കൽ ആൻജിയോസ്പേം എടുക്കുമ്പോൾ അതിൽ നോൺ വെജിറ്റേറ്റീവ് പാർട്സും വെജിറ്റേറ്റീവ് പാർട്സും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, റീപ്രൊഡക്റ്റീവ് പാർട്സും ഉണ്ട്. താഴെ നിങ്ങൾക്ക് തലാമസ് കാണാം, ഇവിടെ സെപ്പൽസ് കാണാം, അതായത് സെപ്പൽസ് അറേഞ്ച് ചെയ്ത് കാലിക്സ് കാണാം. മേലെയായിട്ട് നിങ്ങൾക്ക് ഇതാ കളർഫുൾ ആയിട്ടുള്ള കൊറോള, അതിന്റെ ഭാഗങ്ങളാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ട് നിങ്ങൾക്ക് ആൻഡ്രീഷ്യവും കാണാം, അതുപോലെ തന്നെ ഗൈനീഷ്യവും കാണാം. ആൻഡ്രീഷ്യത്തിലാണ് ആന്തർ ഫിലമെന്റ് വരുന്നത്, ഗൈനീഷ്യത്തിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, അതുപോലെ ഓവറി. ഇത് എല്ലാ പാർട്സുമാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. കാലിക്സ് ഔട്ടർ മോസ്റ്റ് വോളാണ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്. കൊറോള അടുത്തതാണ്, ദാറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെറ്റൽസ് അടങ്ങിയിരിക്കുന്നത്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇനി അടുത്തത് നോക്കാം. ഇൻ പി ഫ്ലവർ എ കൊറോള, എ ഇൻ കൊറോള ഈസ് നോൺ ആസ് വെക്സിലറി. ഓക്കെ, അപ്പൊ പി പ്ലാന്റിൽ നമുക്ക് കാണാൻ കഴിയും കൊറോള അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിന്റെ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, വെക്സിലറി ആണ് എന്ന്. ഈ റീസൺ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം പീസൺ ഇതുപോലെ 5 പെറ്റൽസ് നിങ്ങൾക്ക് കാണാം. ലാർജസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് പെറ്റൽസ് ദാറ്റ് കവേഴ്സ് 2 ലാറ്ററൽ വിങ്സ്. അതിനെ കവർ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, അതിനെ കവർ ചെയ്ത് വിങ്സ് കാണാം. അത് കഴിഞ്ഞിട്ടോ ദാറ്റ് ഓവർലാപ്പ് 2 സ്മോളസ്റ്റ് ആന്റീരിയർ പെറ്റൽസ് ഇൻ എ സീരീസ് ഓഫ് ഓവർലാപ്പ് ദാറ്റ് ഈസ് കീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനെയും എന്ത് ചെയ്ത് പ്രത്യേകം പേര് വിളിച്ച് നമ്മൾ പറയുന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടാണ് പി ഫ്ലവർ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഈസ്റ്റിവേഷൻ നമ്മൾ പാപ്പിലോണീഷ്യസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീസൺ അതുപോലെ എഴുതിയാൽ മതി, 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ നെയിം ഗിവൺ ടു കോട്ടിലഡ് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട്. മോണോകോട്ടിന്റെ കോട്ടിലഡ് അതായത് സ്ക്യൂട്ടലം എന്ന് പറയും. ഇൻ ദ നെയിം ഗിവൺ ടു കോട്ടിലഡ് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട്. നമ്മൾ ആ സ്ട്രക്ചറിൽ കാണുന്നതാണ് സ്ക്യൂട്ടലം എന്ന് പറയുന്നത്. അത് റെഡിയാണല്ലോ. ഇനി അടുത്തത് നോക്കാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സ്പേസസ് എ ബി സി ആൻഡ് ഡി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ നോക്കാം ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ട്, അതിൽ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, പിന്നെ ഒരു ഡാഷ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് നോക്കാം, ഓവറി സുപ്പീരിയർ ആവുമ്പോൾ അവിടെ ഫ്ലവർ എന്താണ്, ഹൈപ്പോഗൈനസ് ആണ്. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പൊസിഷൻ എന്താണ്, കാലിക്സ്, കൊറോള ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെരിഗൈനസ് ഫ്ലവർ ഉണ്ട്, അവിടെ ഏത് ടൈപ്പ് ഓഫ് ഓവറി ആണ് എന്ന് നോക്കുക. അതുപോലെ തന്നെ കാലിക്സ്, കൊറോളന്റെ പൊസിഷൻ എഴുതുക. സി ഡി ഇങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ട്, നമുക്ക് ഫില്ല് ചെയ്യാം. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലോറൽ പാർട്സ് ആർ സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ഓവറി, ഓവറിയുടെ തൊട്ട് താഴെയായിട്ടാണ്. പിന്നെ ഹൈപ്പോഗൈനസിൽ നമ്മൾ അത് കഴിഞ്ഞു. പിന്നെ പെരിഗൈനസിൽ ഓവറി എന്ന് പറയുന്നത് എന്താണ്, പെരിഗൈനസിൽ ഹാഫ് ഇൻഫീരിയർ ആണ്. ഇനിയോ സി നോക്കാം. ഇവിടെ ഇനി ബാക്കിയുള്ളത് ആരാണ്, യെസ് എപ്പിഗൈനസ് ഫ്ലവർ ആണ്. അതിന്റെ ടൈപ്പ് ഓവറി ഇൻഫീരിയർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ഫ്ലോറൽ പാർട്സ് എന്താണ്, ഫ്ലോറൽ പാർട്സ് സിറ്റുവേറ്റഡ് ജസ്റ്റ് എബവ് ദി ഓവറി ആണ്. ജസ്റ്റ് ABCD മെൻഷൻ ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ ഫൗണ്ട് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് റെപ്രസെന്റ് ദം ഡയഗ്രാമാറ്റിക്കലി.
പ്ലാസന്റേഷൻ നമുക്ക് കാണാം. ഫോളോയിങ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ ഫൗണ്ട് ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏതൊക്കെയാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് മാർജിനൽ പ്ലാസന്റേഷൻ അല്ലെ. ഓവറി ഹാസ് വൺ ചാമ്പർ ആൻഡ് ഒബ്യൂൾസ് ആർ ലൊക്കേറ്റഡ് അലോങ് ദി നെക്സ്റ്റ്. അപ്പോൾ ഇനി അതിനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ അതിന്റെ ചിത്രം, അതിന്റെ ഫിഗർ വെച്ച് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഫസ്റ്റ് വൺ നമുക്കറിയാം മാർജിനൽ പ്ലാസന്റേഷൻ അല്ലെ. പി പ്ലാന്റ്സിൽ നമ്മൾ കാണുന്നതാണ് ഒരു മാർജിനൽ ആയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒവ്യൂൾസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ പ്ലാസന്റ ഫോംസ് എ റിച്ച് എലോങ് വെൻട്രൽ സെക്ച്വൽ. ഓവറീസ് ഒവ്യൂൾസ് ആർ ബോൺ ഹിയർ. അതാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കാതെ നമുക്ക് ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറയുമ്പോഴോ ദ പ്ലാസന്റ എന്ന് പറയുന്നത് ആക്സൈൽ ആണ്. ഒവ്യൂൾസ് ഇതാ ഇങ്ങനെ മൾട്ടി ലോക്യുറൽ ഓവറി ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അതിന്റെ സെന്ററിൽ ഒവ്യൂൾസിനെ കാണാം. മൂന്നാമതായിട്ട് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെരീറ്റൽ പ്ലാസന്റേഷൻ ആണെങ്കിലോ ഇവിടെ ഇതാ പുറമേ ആയിട്ട് പെരീറ്റൽ ആയിട്ടാണ്, ഒരു വാളിൽ നിന്ന് അകത്തേറ്റായിട്ട് അല്ലെ. സോ ഒവ്യൂൾസ് ഡെവലപ്പ് ഇന്നർ വോൾ ഒരു പെരിഫറൽ പാർട്ട്. ചാമ്പേർഡ് ഓവറി ബിക്കംസ് അങ്ങനെ ഡ്യൂ ടു ഫോൾസ് സെപ്റ്റം ആണ്. അപ്പൊ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ചിത്രം ഒന്ന് വരയ്ച്ചാൽ മതി. ഫ്രീ സെൻട്രൽ ആണെങ്കിൽ ഇതാ സെൻട്രൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. ലാസ്റ്റ് ബേസൽ പ്ലാസന്റേഷൻ നമുക്ക് കാണാം. ഇങ്ങനെ ബേസൽ ആയിട്ട് ഒവ്യൂൾസ് ബിക്കം എ സെൻട്രൽ ആക്സിസ് ആൻഡ് സെപ്റ്റ ആർ ആബ്സെന്റ്. അപ്പൊ ഈ രീതിയിൽ ഡയഗ്രാം വെച്ച് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടിക്കഴിയും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പ്ലാസന്റേഷൻ, അതുപോലെ ഈസ്റ്റിവേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ലീവ്സ്, കോമ്പൗണ്ട് ലീവ്സ്, പിന്നെ നമ്മുടെ ഫ്ലവറിന്റെ പൊസിഷൻ, ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ്, പെരിഗൈനസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദ്യം വരാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. നമുക്ക് പിന്നെ കാണാം. ബൈ.